ഇനി അതിലേക്ക് ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഉപ്പല്ലെങ്കിൽ ചെറുനാരക നീര്. ഹായ് ഡിയേഴ്സ്, ആര്യാണ് ഫ്രം ആരിസോൺ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ആരിസോണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തമ്പനയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ഹെയർ നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ സ്കിന്ന് നല്ല വെളുക്കുക എന്ന് മാത്രമല്ല, സ്കിന്ന് നല്ല എന്താ പറയാ പോളിഷ് ചെയ്യാന്ന് പറയില്ലേ, നല്ല ഇങ്ങനെ ഗ്ലേസിങ് ആയിട്ട് വരാനും നല്ല തുടുക്കാനും ആൾക്കാർ റൂഷല്ലേ ആ സംഭവത്തിന്റെ പേര്, ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വെളുക്കാൻ വേണ്ടിയിട്ട് ചുമന്ന് തുടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കണം. അതില്ലാതെ തന്നെ നമ്മുടെ ഈ കവിളും മൂക്കും ഇവിടെയൊക്കെ നല്ല ചുവന്ന് ബ്ലഡ് ഇങ്ങനെ തൊട്ടെടുക്കുന്നത് പോലെ ആകാനും, അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുന്ന രീതിയിൽ ചെറിയൊരു ചേഞ്ച് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ണം കുറക്കാനും വയറില്ലാണ്ടാവാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ജ്യൂസിന്റെ വീഡിയോ ആണ് കേട്ടോ. ഇത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്, എല്ലാവരുടെയും വീട്ടിലുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി കാരണം, എൻ്റെ കൂടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് പഠിക്കുന്നത്, ഒരു 8th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ ഇതൊരു തെളിവാണേ. അപ്പോൾ പെട്ടെന്ന് പുള്ളിക്കാരി ക്ലാസ്സിൽ വന്നു തുടങ്ങിയപ്പോഴേക്കും സ്കിന്നൊക്കെ ചേഞ്ച് ആവാൻ തുടങ്ങി. മുഖമൊക്കെ കഴുകി വരുമ്പോഴേക്കും ഇവിടെ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ തൊട്ടെടുക്കാവുന്ന രീതിയിൽ, അന്ന് വലിയ കളറുള്ള കുട്ടിയൊന്നുമല്ല, നല്ല വെളുത്തവർക്ക് ഇങ്ങനെ വരുമല്ലോ. പുള്ളി പെട്ടെന്ന് നല്ല വ്യത്യാസത്തിലേക്ക് പോയി. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് ദിവസം, അതൊരു മാസം കൊണ്ട് വന്ന് ചേഞ്ച് ആണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ചോദിച്ചു, ഇതിപ്പോൾ എന്താണ് ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ വെളുക്കാനും നല്ലൊരു ചുമന്ന് തുടുക്കാനൊക്കെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ ഒരു സംഭവമാണിത്. അപ്പോൾ അന്ന് മുതൽ ഞാൻ ഒരുപാട് പേർക്ക് ഇത് പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ അവരൊക്കെ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് 100% ഉറപ്പ് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും, വളരെ പൈസ കുറഞ്ഞൊരു സംഭവമാണ് ഇത്. കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കണം. പിന്നെ നമ്മളൊരു സംഭവം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു 21 ദിവസം 22 ദിവസം തുടർച്ചയായിട്ട് എന്ത് കാര്യം ചെയ്താൽ മാത്രമേ നമുക്കതിൻ്റെ ഫലം കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും തുടർച്ചയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക, മറക്കാതെ ഇരിക്കുക. പിന്നെ ഇത് നമുക്ക് വെറും വയറ്റിൽ കഴിക്കുന്നതാണ് കൂടുതൽ ഫലം കിട്ടണത് കേട്ടോ. വെറും വയറ്റിൽ കഴിക്കുക. അപ്പോൾ വണ്ണം കുറയാൻ ആഗ്രഹിക്കുന്നവരാണ്, മെലിഞ്ഞിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര അങ്ങോട്ട് അവോയ്ഡ് ചെയ്യുക കേട്ടോ. ചെറിയ ഉപ്പോ അല്ലെങ്കിൽ തേനോ മിക്സ് ചെയ്തിട്ട് നമുക്കിത് കഴിക്കാം. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോണ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ബീറ്റ്റൂട്ട് ഉണ്ടാവും. ബീറ്റ്റൂട്ട് ഞാനിത് ഉണക്കി പൊടിച്ച് വെച്ചേക്കണേ. ഉണക്കി എന്ന് പറഞ്ഞാൽ നല്ല തണലത്ത് ഉണക്കി പൊടിച്ച് എടുത്ത് വെച്ചേക്കണേണ്. നിങ്ങളിപ്പോൾ ബീറ്റ്റൂട്ട് ഉണ്ടെങ്കിൽ ബീറ്റ്റൂട്ടിൻ്റെ ഒരു പകുതി ബീറ്റ്റൂട്ടൊക്കെ എടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഇത് നമ്മൾ സെയിൽ ചെയ്യുന്ന സംഭവമാണ്, വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ബീറ്റ്റൂട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെ നിങ്ങൾക്ക് ഇതിലേക്ക് നല്ല രീതിയിൽ എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ നമുക്ക് ഓർഡർ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈ ഒരു പൊടി നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈ ഒരു സ്പൂണോളം നമ്മുടെ ബീറ്റ്റൂട്ടിൻ്റെ പൗഡർ ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും മതി കേട്ടോ. ബീറ്റ്റൂട്ടിൻ്റെ പൗഡറിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് ആവശ്യാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് രാവിലെ വെറും വയറ്റിൽ കുടിക്കുകയാണ്, വണ്ണം കുറക്കാനാണ് എന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ഒരു പീസ് ഇഞ്ചിയുടെ നീര് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക, വണ്ണം കുറക്കാനാണെന്നെങ്കിൽ മാത്രം. പിന്നെ വേണ്ടത് ചെറുനാരങ്ങയാണ്. ചെറുനാരങ്ങയുടെ ജ്യൂസ്, ഒരു അരമുറി ചെറുനാരങ്ങയുടെ ജ്യൂസ് കൂടി നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. പ്രത്യേകം പറയുന്നുണ്ട്, വണ്ണം കുറക്കാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ചെറുനാരങ്ങയുടെ ജ്യൂസ് പിഴിഞ്ഞൊഴിക്കി കൊടുക്കുക. പിന്നെ നമുക്ക് തേൻ ഉണ്ടെങ്കിൽ തേൻ ഒഴിച്ചു കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വണ്ണം കുറക്കണ്ട, നോർമൽ കളർ വെച്ചാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഈ ഒരു ജ്യൂസ് കഴിക്കാം. ജ്യൂസ് കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, പാല്, പഴം, അതുപോലെ തന്നെ ബീറ്റ്റൂട്ടിൻ്റെ ഒരു പീസ്, ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് അരച്ചെടുക്കുക, മധുരം ചേർത്തിട്ട് കഴിക്കുക. വണ്ണം കുറക്കണമെന്നുള്ള ആൾക്കാർക്ക് ഇതൊക്കെ അവോയ്ഡ് ചെയ്യാം. പഞ്ചസാര, പാല്, പഴം ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ബീറ്റ്റൂട്ടിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഉപ്പല്ലെങ്കിൽ ചെറുനാരക നീര് നമ്മുടെ തേൻ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ തേനിപ്പം ഇല്ല, അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്താണ് ഇട്ടെടുത്തേക്കുന്നത്. അപ്പോൾ തേൻ വേണ്ടവർക്ക്, വണ്ണം കുറക്കാൻ ഉപയോഗിക്കുന്നവർക്ക് തേനിടാം.
അപ്പം ഇതിന് നമ്മൾ ബീറ്റ്റൂട്ട് പച്ചക്ക് അടിച്ചു കുടിക്കുമ്പോൾ ഒരു ചൊവ്വയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടില്ല. പക്ഷെ ഇതിന് അങ്ങനത്തെ യാതൊരു വിധ ചൊവ്വയോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല. ഇതിന്റെ കൂടെ നമ്മുടെ ആ ഒരു ആയുർവേദിക് ഫേസ് പാക്കും കൂടെയൊക്കെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. ഇനിയിപ്പോൾ ഫേസ് പാക്ക് ഇല്ലെങ്കിലും നമുക്ക് ഇത് മാത്രം അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, നമ്മുടെ ഫേസ് പാക്ക് ഒരുപാട് പേര് വാങ്ങിച്ച് ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ നമ്മൾ കൂട്ടുന്ന എല്ലാ പൊടികളും ഞാൻ പറയുന്നില്ല, കുറച്ച് പൊടികൾ പറയാം. ഇരട്ടി മധുരം, റോസ് പെറ്റൽസ്, അതുപോലെ തന്നെ ചന്ദനം എന്ന് പറയുമ്പോൾ 2 ചന്ദനവും നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. 2 ചന്ദനം കൂടെ റെഡ് ചന്ദനം, ഇത് നമ്മുടെ എന്താ പറയുക രക്തചന്ദനം. പണ്ട് കാലം മുതൽ തന്നെ ആൾക്കാർ നല്ല സ്കിൻ വൈറ്റിന് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് രക്തചന്ദനം. അതുപോലെ തന്നെ റോസ് പെറ്റൽസ്, ഇതിന്റെ കളർ കാണുമ്പോൾ തന്നെ എനിക്ക് കൊതിയാണ്. അല്ലാത്തൊരു മണം കേട്ടോ. ഇതിന് പൊടിപ്പിച്ച് കൊണ്ടുവന്നപ്പോൾ മുതൽ ഇതിന്റെ സുഗന്ധം നമ്മുടെ വീട് മുഴുവനും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രക്തചന്ദനം അപ്പോൾ ഇങ്ങനെയുള്ള പച്ചമരുന്നുകളായ ഒരു 10-13 തരം പച്ചമരുന്നുകളാണ് നമ്മൾ ഇതിനകത്തേക്ക് ഉണക്കി പൊടിച്ച് ഇതൊക്കെ ചേർത്തിട്ടുള്ളത് കേട്ടോ. ഇത് നമ്മുടെ മുഖക്കുരു മാറാനും മുഖം പെട്ടെന്ന് ബ്രൈറ്റ് ആകാനും മുഖക്കുരു വന്ന പാടുകളൊക്കെ മാറി മുഖം നല്ല തുടുക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഒരു കല്യാണമൊക്കെ ഉറപ്പിച്ച ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു 2 ആഴ്ച മുമ്പ് തന്നെ നമ്മൾ ഇത് തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ലൊരു റിസൾട്ട് കാണാനായിട്ട് സാധിക്കും കേട്ടോ. യാതൊരു വിധ സൈഡ് എഫക്റ്റും ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്യാം. ഒരുപാട് ക്രീമും സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. എന്ത് ഉപയോഗിച്ചാലും നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത ക്രീമൊന്നും നമ്മൾ മുഖത്ത് വാരി തേച്ചിട്ട് യാതൊരു വിധ മുഖത്തിൻ്റെ ബുദ്ധിമുട്ടും ഉണ്ടാക്കരുത് കേട്ടോ. വെളുക്കാൻ തേച്ചത് പാണ്ടാണ്ട എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മളെപ്പോഴും നാച്ചുറലായിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുക. അതിന് ഗുണങ്ങൾ എന്തായാലും ഉണ്ടാവും, അതിനെന്തായാലും ദോഷങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഓർമ്മിക്കുക. ഇതിനകത്തേക്ക് നിങ്ങൾക്ക് ഒരു ടേസ്റ്റിന് വേണമെങ്കിൽ പുതിനയിലേക്ക് ഇട്ട് കൊടുക്കാം. പുതിനയില ഒന്നും വേണ്ട, ഇത് മാത്രം മതി. അടിപൊളി സംഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടി മറക്കരുത്. അതുപോലെ നമ്മുടെ ബീറ്റ്റൂട്ടിൻ്റെ പൗഡർ, ഇത് നമ്മൾ നല്ല ബീറ്റ്റൂട്ട് കടയിൽ നിന്ന് വാങ്ങിച്ച് തൊണ്ടൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ട് നല്ല രീതിക്ക് തലത്ത് ഉണക്കി പൊടിപ്പിച്ച് തയ്യാറാക്കിയിട്ടുള്ള പൗഡറാണ്. അപ്പോൾ ഈ ഒരു പൗഡർ വേണമെന്നുള്ളവരും ഈ കാണുന്ന നമ്പറിൽ വേഗം ഒരു മെസ്സേജ് ഇട്ടോളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. നമ്മുടെ അടിപൊളി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം മാരി ഫ്രം മാരി 7. താങ്ക് യു.